ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഏതൊരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഉദാഹരണം ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 14 മിനിറ്റിന്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്തത്. എന്നാൽ അതിനകത്ത് ആളുകൾ കണ്ടിരിക്കുന്ന ആ ഒരു ടൈമിങ് കാര്യം ശരി, നമുക്കതിനകത്ത് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ആളുകൾ കണ്ടിരിക്കുന്ന ആ ഒരു ടൈമിങ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇല്ല എന്നുള്ളത്. കാരണം പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം നോക്കിയിട്ട് വേഗം പോയി ചാടിപ്പിടിച്ച് ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ അത് എടുത്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത, അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ചിന്താഗതി തന്നെയാണ് ആ കാണുന്നത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ A to Z നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്, അല്ലെ? കുറച്ച് സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ബിസിനസ്സിനകത്ത് വളരെയധികം വിജയത്തിൽ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളത്. ക്ഷമയില്ലാത്തതിന്റെ ഒരുപാട് അടിസ്ഥാനങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പേര് നേരിടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണാനായിട്ട് നോക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഈ ക്ഷമ എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം എന്ത് കാര്യത്തിനും ക്ഷമ. ഇപ്പൊ നമ്മളൊരു വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് പിള്ളേരെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷമയില്ല. രാവിലെ തന്നെ വേഗം ധൃതി പിടിച്ച് ഓടിപ്പിടുത്ത് കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് സ്കൂളിലാക്കാനായിട്ടുള്ള ഒരു ടെൻഷൻ, അല്ലെ? രണ്ടാമത്തെ കാര്യം, ജോലിക്ക് പോകുമ്പോ ഗേറ്റ് അടേ ആണെങ്കിൽ, ഇപ്പൊ ഒരു റെയിൽവേ ക്രോസിലൊക്കെ നമുക്കൊരു ഗേറ്റ് അടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തിരക്ക് പിടിക്കുകയാണ്. അയ്യോ, എനിക്കിപ്പോ പോണോന്നുള്ളത്. ക്ഷമയില്ലാതെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അപകടങ്ങൾ വരെ സംഭവിക്കുന്നു, അല്ലെ? കഴിഞ്ഞ ദിവസം നമുക്ക് ഒന്ന് നേരിട്ട് എന്റെ കൺമുന്നിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു ഇന്നോവ കാറുകാരൻ ഹൈവേയിലൂടെ നല്ല സ്പീഡിൽ, ഒരു 60-70 മൈൽ സ്പീഡ്, കാരണം അത്രയും സ്പീഡിൽ അദ്ദേഹം വരികയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നല്ല ഫാസ്റ്റിലാണ് പുള്ളിക്കാരൻ പോകുന്നത്. അപ്പൊ ഒരു സ്കൂൾ ടീച്ചറാണ്. ആ ടീച്ചർ ഈ പറഞ്ഞതുപോലെ ബൈ റോഡിൽ നിന്ന് കയറി വന്നതാണ്. അപ്പൊ ഈ കാറുകാരൻ വരുന്നത് ആ ടീച്ചർ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കാർ വരുന്നതിന് മുമ്പ് പാസ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് ടീച്ചർ എന്ത് ചെയ്തു, നേരെ വണ്ടി മുന്നോട്ടെടുത്തു. കാരണം അതിനുള്ളിൽ എത്താണ്ട്. പക്ഷെ അവരുടെ ആ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ല, ആ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും വണ്ടി കറക്റ്റ് ആ മെയിൻ റോഡിൽ എത്തിയപ്പോ വണ്ടി ഓഫായി പോയി. ആ ഒരു കൈനറ്റിക് ഹോണ്ട ആക്ടിവയാണ് ഓഫായി പോയി. ഈ സ്കൂട്ടർ പാസ് ചെയ്ത് പോകുന്നുള്ളതാണ് കാറുകാരനും വിചാരിച്ചു വെച്ചിരിക്കുന്ന ധാരണ. കാരണം എന്താ, അത്രയും സ്പീഡിൽ ഞാൻ വരുന്നത് അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം പാസ് ചെയ്ത് പെട്ടെന്ന് വണ്ടി എടുത്ത് പൊക്കോളും എന്നുള്ള ഒരു ധാരണയിലാണ് ആ കാറുകാരുടെ സ്പീഡിൽ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇവര് നേർക്ക് നേരെ, ഇത് നമ്മുടെ കൺമുന്നിൽ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. അവര് പാസ് ചെയ്ത് പോവുകയും നേരെ ചെന്ന് ഇടിച്ചങ്ങോട്ട് കയറുകയാണ്. ഫുട്ബോൾ തെറിക്കുന്നത് പോലെയാണ് ആ ടീച്ചർ നേരെ പോയി പൊങ്ങിപ്പോയത്. അപ്പൊ ആ ഒരു ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ കാഴ്ച കൊണ്ട് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ, ക്ഷമയില്ലാത്തതല്ലേ അവിടെ ആ ഒരു പ്രശ്നം സംഭവിച്ചത്. കാരണം ഒരു നിമിഷമെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് ആ ഒരു വണ്ടി പാസ് ചെയ്ത് പോകാനുള്ള ആ ഒരു ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ആ ഒരു ദാരുണമായിട്ടുള്ള സംഭവം അരങ്ങേറില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ, ആ ഒരു ക്ഷമ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാനായിട്ടാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. രക്ഷപ്പെടാനുള്ള ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ പോലും മറ്റൊരാൾ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ആരും പറഞ്ഞു കൊടുക്കില്ല, നീ ഇന്ന മാർഗത്തിലൂടെ വന്നാൽ നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കില്ല. ഇതേ പ്രശ്നം തന്നെ നിങ്ങളിലും പലവരും അനുഭവിക്കുന്നുണ്ടാവും, അല്ലെ? ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും ഒരു 10 രൂപ തന്ന് സഹായിക്കാനോ ഒന്നുമില്ലെന്നുള്ളത്. ഒരു പക്ഷെ നാളെ നിങ്ങൾക്കൊരു സാഹചര്യം, ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ശാശ്വതമായിട്ട് ഒരു പരിഹാര മാർഗമായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്. ഇതും ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. ഈ 17 വർഷത്തെ ആ ഒരു കാലയളവ് കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തു. തേയിലയിൽ ഗ്രേഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് ഗ്രേഡാണ് വീട്ടുകാർക്ക് കൊടുക്കേണ്ടത്, ഏത് ഗ്രേഡാണ് ചായക്കടക്കാർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഒരുപാട് ബ്രാൻഡ് കാര്യങ്ങളും പഠിച്ചെടുത്തു, അല്ലെ? ഇപ്പൊ നമുക്കൊരു കൈത്തൊഴിൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും രക്ഷപ്പെടാം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം ആവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പേര് ഓരോരോ ജോലി മേഖലയാണ് കണ്ടെത്തുന്നത്. ഇപ്പൊ വർക്ക്ഷോപ്പ് ചെയ്യുന്നവര്, സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിൽ വർക്ക്ഷോപ്പ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ വീട്ടിലിരുന്ന വീട്ടമ്മമാര്, സഹോദരിമാരൊക്കെ തയ്യൽ മെഷീനിലൂടെ ഒരുപാട് വരുമാനം നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ തോതിൽ നമ്മുടെ ജീവിതം നയിച്ചു കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ഉപജീവന മാർഗം കണ്ടുപോകാനായിട്ടുള്ള ഒരു അഭ്യാസം തന്നെയാണ് ഈ ഒരു ജോലിയൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത്. എന്നാൽ ലൂസ് തേയില ബിസിനസ്സിനകത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കാരണം ഒത്തിരി ആളുകൾക്ക് ഇത് അറിഞ്ഞുകൂടാ എന്നുള്ളത്. എന്താ,
ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ഞാൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടം വരെ എത്താൻ സാധിച്ചത് എന്ന് പറയില്ല. കാരണം അവൻ വലുതാവുന്നത് ഈ പറഞ്ഞതുപോലെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല. ഞാൻ മാത്രം നന്നായാൽ മതി, അതുകൊണ്ട് മറ്റൊരുത്തൻ നന്നാവണത് കണ്ടു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ചിന്തിക്കുകയല്ല, ഞാൻ നന്നായി, അവൻ നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ, ആ ഒരു അടിസ്ഥാനത്തിൽ ചിന്തിക്കില്ല. ഓ, എന്തിനാ ഞാൻ പറഞ്ഞു കൊടുത്ത് അവനെ നന്നാക്കണത്, അങ്ങനെയുള്ള ചിന്താഗതി. സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ ഒരു അനുഭവ അവസ്ഥ വെച്ച് മറ്റൊരാളാണെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതാണ്. ഞാൻ എന്നിട്ടാണ് ഞാൻ ഇത്രത്തോളം ഒക്കെ ഇവിടം വരെയൊക്കെ എത്താനായിട്ട് എനിക്ക് സാധിച്ചത്. അപ്പൊ അവനും അനുഭവിക്കട്ടെ, അവനും ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ല, അല്ലെ? അവനവന്റെ കാര്യം മാത്രം നോക്കി. കാരണം നമ്മളിത് നാളെ കൊണ്ടുപോകില്ല, ഇതൊന്നും നമ്മൾ ഭൂമിയിലെല്ലാം വെച്ചിട്ടാ പോണത്, നമ്മളൊന്നും ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകത്തില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ മറ്റൊരാൾക്കും കൂടെ അറിവ്, നമുക്കറിയാവുന്ന ചെറിയൊരു അറിവാണെങ്കിൽ ആ ഒരു അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവൻ ഭൂമിയിൽ രക്ഷപ്പെടും, അവന്റെ ജീവിതം, അവന്റെ കുടുംബം. കാരണം അവനെ ആശ്രയിച്ച്, അവനൊരു വ്യക്തിയായിരിക്കില്ല, അവനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ ഉണ്ടാവും അവന്റെ ജീവിതത്തിൽ, അല്ലെ? ഇപ്പൊ ഞാനിപ്പോ ഒരു ചേട്ടനെ സഹായിക്കുകയാണെങ്കിൽ ആ ഒരു ചേട്ടന് ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ചെലവുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 1000 രൂപയ്ക്ക് ഒരുപക്ഷെ 2 ദിവസം അവരുടെ വീട്ടിൽ അരിയും മേടിച്ച് സാധനങ്ങളും മേടിച്ച് നല്ല രീതിയിൽ കുടുംബം കഴിഞ്ഞു പോകും, അല്ലെ? മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ വീണ്ടും ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തിന് ബേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ആ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ മൂന്നാലഞ്ച് പേരുണ്ടാവും. അവർക്കും ഈ പറഞ്ഞതുപോലെ ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ആ ഒരു സാഹചര്യത്തിലേക്ക് മാറും. എന്നാൽ അവിടെ 1000 രൂപ കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ഞാനൊരു മാർഗമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും, ഒരു ജോലി മാർഗം അദ്ദേഹത്തിന് ശാശ്വതമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം പച്ചക്കറി പോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു സംഭവമൊന്നും അല്ല ലൂസ് തേയില എന്ന് പറയുന്നത്, അല്ലെ? ഭദ്രമായിട്ട് സൂക്ഷിച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കൊണ്ടു നടന്ന് വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അത്യാവശ്യ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നില്ല, നിങ്ങൾ തേയില സപ്ലൈ ചെയ്യുന്ന കടക്കാരും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആളുകളൊക്കെ ആയിട്ട് നല്ല മിംഗ്ലിംഗ് ഒക്കെയാണ്, നല്ല കോണ്ടാക്ട്, അവരുമായിട്ടുള്ള നല്ല ടൈപ്പും, ആ ഒരു സമീപനം, നിങ്ങളുടെ സമീപനം എന്ന് പറഞ്ഞാൽ വെറുതെ തേയില ഒരു ബിസിനസ് മെന്റാലിറ്റിയിൽ വെറുതെ തേയില കൊടുക്കുക, പൈസ മേടിക്കുക, പോരുക എന്നുള്ളതല്ല. അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുക, അന്വേഷിക്കുക. ചെറിയ തോതിൽ, നിങ്ങൾ അധിക സമയമൊന്നും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കേണ്ട. ചെറിയ തോതിൽ നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും മനസ്സിനൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെ നമ്മൾ മറ്റൊരാളോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആശ്വാസം നമുക്ക് കിട്ടും എന്നുള്ളത്, അല്ലെ? ഇപ്പൊ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ ഉള്ളില് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഓർക്കുന്നുണ്ടാവും 10 രൂപ എന്നെ കൊണ്ട് നേടാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ അത് പുറത്ത് അവർ പറയത്തില്ല. കാരണം അവർ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത്, എന്നെ കൊണ്ട് അത് നടക്കില്ല, ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ടെൻഷൻ, അല്ലെ? എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തയ്യൽ മെഷീനും ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ട് ചെയ്യാനായിട്ട് തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാലും ഈ തേയിലയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്വന്തമായിട്ട് ഒരു ഡീലറിനെ സമീപിച്ച് നല്ല ബ്രാൻഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് തേയില എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു FSSAIയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും സ്വന്തമായിട്ട് ട്രേഡ് ലൈസൻസും നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു കിലോ 1/2 കിലോ പാക്കറ്റുകളൊക്കെ ആയിട്ട് കൊടുത്ത് നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പണമാണ്. അതിനെ ആർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ആരോടും നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർ ഒരുപാട് ആളുകളുണ്ട് തേയില ബിസിനസ്സിൽ. അപ്പൊ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നവർക്കും ഇത് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഓരോരുത്തരുടെ അനുഭവത്തിൽ. ഓരോ ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ. അതായത് നമുക്കറിയാം ഇപ്പൊ ലക്ഷങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ ആയിട്ട് സാധിക്കും എന്നുള്ളത് അറിയാം. പക്ഷെ അതിനുള്ള ആ ഒരു വഴിയും ക്ഷമയുമാണ് നമുക്ക് വേണ്ടത്. കാരണം കാലം നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. ക്ഷമയില്ലാതെ നമ്മൾ തിടുക്ക പിടിച്ച് ഓട്ടിപ്പിടുന്ന ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെ കൂടെ അവിടെ കൺഫ്യൂഷൻ ആവുക ചെയ്യുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കറക്റ്റ് ആവില്ല, ശരിയാവത്തില്ല. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ജീവിതത്തിൽ ലക്ഷ്യം ഇല്ലാത്തവൻ വിജയിക്കത്തില്ല എന്നുള്ളത്. പക്ഷെ ഈ ലക്ഷ്യത്തിന്റെ പുറകെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് നല്ല ക്ഷമ ഉണ്ടാവുക എന്നുള്ളത്. കാരണം ക്ഷമയോടുകൂടി ഞാൻ 5 കിലോ എടുത്ത് എനിക്ക് തെറ്റിദ്ധാരണ വന്ന് അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തേയില കുറെ ഇരുന്ന് പോയപ്പോഴത്തേക്ക് ഞാനത് ഓർക്കണം, ഇത് ശരിയാവത്തില്ല, ഇത് പറ്റത്തില്ല, എനിക്ക് ഈ പ്രശ്നമില്ല, അടുത്ത ബിസിനസ് നോക്കാന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത ബിസിനസ് നോക്കിയിരുന്നെങ്കിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ഈ തേയിലിനെ കുറിച്ച് പഠിക്കത്തില്ല. അന്നേ എന്റെ തേയില ബിസിനസ്സുമായിട്ടുള്ള ജീവിതം അവിടെ വെച്ച് സ്റ്റോപ്പ് ആയതിനെ. ഞാൻ വേറെ വല്ലതും നോക്കി പോകേണ്ട സാഹചര്യം വന്നത്. അതല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ വേറെ ആ കമ്പനി എന്ന് മാറി വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ വല്ല ഡ്രൈവറായിട്ടൊക്കെ വല്ല ജോലി പോകേണ്ട ആ ഒരു സാഹചര്യം വന്നത്. അപ്പൊ ക്ഷമ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ പലവരും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2000-3000 രൂപയൊക്കെ നമുക്ക് ഒരു ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഹോട്ടൽ ബ്ലെൻഡ് ഒക്കെ ചെയ്ത് നിങ്ങൾ വീട്ടിലിരുന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ വഴിയെ പഠിച്ചാൽ മതി. ഇനി സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് എടുത്ത് മാത്രം ചെയ്യുകയാണെങ്കിൽ 30-40 രൂപ ലാഭം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വരുമാനമാണ് നിങ്ങൾക്ക് ആ കിട്ടുന്നത്, അല്ലെ? ഓരോ കിലോയിലും 40-30 ഒക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് 60-70 രൂപ വരെ മേടിക്കുന്നവരുണ്ട്.
നിങ്ങൾക്ക് അതൊരു ലാഭമാണ്. നിങ്ങളുടെ തേയില വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അത് മേടിക്കുന്നവര് മേടിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 60 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് അത് 60 രൂപയായി. നിങ്ങളല്ലാതെ ആരോടും കടം മേടിക്കുകയോ തട്ടിപ്പറിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം കൊടുത്തിട്ടാണ് നിങ്ങൾ ആ ഒരു പൈസ മേടിക്കുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്കൊരു വരുമാന മാർഗം. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോയിൽ ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, പല ആളുകൾക്കും ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നേരിടുന്നത്. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിന്ന് ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.